റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊൻപ്രഭയിൽ വിരിഞ്ഞ സ്വർണ്ണ പരിശുദ്ധിയാൽ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി ഐശ്വര്യ ഗോൾഡ് പാലസ്. സംശുദ്ധ സ്വർണവും ലേറ്റസ്റ്റ് ഡിസൈനുകളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. ട്രഡീഷണൽ, മോഡേൺ, ഹാൻഡ്മെയ്ഡ്, ലൈറ്റ് വെയ്റ്റ് തുടങ്ങിയ നിരവധി ഡിസൈനുകൾ. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്പെഷ്യൽ പാക്കേജുകൾ. ഇനി ഓരോ മുഹൂർത്തങ്ങളും ഐശ്വര്യയോടൊപ്പം ആഘോഷമാക്കൂ. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ, നന്നമ്മുക്ക് റോഡ്, ചങ്ങരംകുളം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീൻ. സ്നേഹനിധികളായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ റമളാൻ അനുകൂല സാക്ഷിയായി സ്വീകരിക്കുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഏറെ പ്രതിഫലാർഹമായ പ്രവർത്തനങ്ങളുമായി റമളാനു ഷരീഫിൻ്റെ രാപ്പകലുകൾ കൂടുതൽ സജീവമാക്കാൻ അതിനുള്ള തൗഫീക്കും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. വളരെ സന്തോഷദായകമായ നിമിഷങ്ങളാണ് അല്ലാഹു ഈ മാസത്തിലൂടെ നമുക്ക് നൽകിയിട്ടുള്ളത്. മറ്റു ചിന്തകളൊന്നുമില്ലാതെ റമളാനല്ലാത്ത സമയങ്ങളിൽ നമ്മെ അലട്ടിക്കൊണ്ടിരുന്ന, എല്ലായ്പ്പോഴും വളരെ വ്യാകുലതയോട് കൂടെ നമ്മെ പ്രയാസപ്പെടുത്തിയിരുന്ന ചിന്തകളും ആ ചിന്തകളിൽ നിന്ന് രൂപപ്പെടുന്ന വ്യാധികളുമൊക്കെ ഈ ഒരു മാസം നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അന്യമാണ്. എല്ലാവർക്കും സന്തോഷമാണ്, അൽഹംദുലില്ലാ. ഈ ഒരു മാസത്തിൻ്റെ പ്രത്യേകതയും അത് തന്നെയാണ്. ഈ സന്തോഷം ഭൗതികമായ ജീവിതത്തിൽ മാത്രമാകാതെ ആഖിറത്തിലുള്ള ഒരിക്കലും നിലക്കാത്ത, മുറിയാത്ത, അറ്റമില്ലാത്ത സന്തോഷങ്ങൾക്ക് കൂടി കാരണമാക്കുക എന്നതാണ് നമുക്കേർക്കും ചെയ്യാനുള്ളത്. അതിനുവേണ്ടിയാണ് ഈ വിശുദ്ധമായ സുദിനങ്ങൾ അല്ലാഹു നമുക്ക് കനിഞ്ഞ് നൽകിയിട്ടുള്ളത്. സ്വഭാവ മഹിമ ഉണ്ടാവുക എന്നതാണ് അതിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ളതും. ഒരു മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനായി രൂപപ്പെടുന്നത് മനുഷ്യന് മനുഷ്യേതര ജീവജാലങ്ങളിൽ നിന്ന് വ്യതിരിക്തമായി ഉണ്ടായിരിക്കേണ്ട സ്വഭാവ ഗുണങ്ങൾ അവനിലുണ്ടാകുമ്പോഴാണ്. അതല്ലാത്ത പക്ഷം മനുഷ്യനും മറ്റു ജീവജാലങ്ങളും തമ്മിലുള്ള അന്തരം നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. ഖുർആൻ പറഞ്ഞ പോലെ ഉലായിക കൽ അൻആമി ബൽഹും അളൽ. ഒരു മനുഷ്യനുണ്ടാകേണ്ട ഗുണങ്ങൾ ചിന്തിക്കാനുള്ള ചിന്താശേഷി, കണ്ടു മനസ്സിലാക്കാനുള്ള കഴിവ്, നല്ലത് കേട്ട് വിലയിരുത്താനുള്ള തൻ്റെ ഇടം, ഇങ്ങനെയുള്ള ഗുണങ്ങൾ ഒരാളിലില്ലെങ്കിൽ അത്തരം ആളുകളെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഉലായിക കൽ അൻആം ബൽഹും അളൽ എന്നാണ്. അവർ നാൽക്കാലികളേക്കാൾ അധപ്പതിച്ചു എന്നാണ് അർത്ഥം. മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചു പോയ ആളുകളാണ് അങ്ങനെയുള്ള ആളുകൾ. ഈ ഒരു വാക്യം യഥാർത്ഥത്തിൽ ഇന്നിൻ്റെ സാഹചര്യത്തിൽ നമ്മൾ ഒരു വിശകലനത്തിന് വിധേയമാക്കിയാൽ
അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിൻ്റെ വാക്യത്തിൽ നിന്ന് നമ്മൾ എത്ര ആളുകൾക്ക് മാറി നിൽക്കാൻ കഴിയുമെന്ന ഒരു ചിന്തയാണ് ഇന്നിൻ്റെ വിഷയമായി എനിക്കിവിടെ സമർപ്പിക്കാനുള്ളത്. നമ്മുടെയൊക്കെ വർത്തമാനകാല ജീവിതത്തിൻ്റെ ഒരു സാഹചര്യം എല്ലാ തിന്മകളുടെയും കേദാരമായി ജീവിതം മാറിക്കൊണ്ടിരിക്കുകയാണ്. ലവലേശം നന്മ തൊട്ട് തീണ്ടാത്ത വിധം അധാർമികതയുടെ അന്ധകാരത്തിലേക്ക് ആണ്ടുപോകുന്ന അത്യന്തം ദയനീയമായ മനുഷ്യൻ്റെ വികൃതമായ ചിത്രം പലപ്പോഴും നമ്മൾ കാണേണ്ടി വരുന്നു. ഒരു വേള നമുക്കൊന്ന് മാറി ചിന്തിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വികാര നിമിഷങ്ങൾ ചില പ്രത്യേകമായ സമയങ്ങളിൽ അവനെ വികൃതമാക്കിയേക്കാം, അവൻ്റെ ഹൃദയാന്തരങ്ങളിൽ മലീമസമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയേക്കാം. പക്ഷെ ആ സാഹചര്യത്തിൽ നിന്ന് തിരിച്ചറിവുണ്ടാവുക എന്നത് ഏറെ അനിവാര്യമാണല്ലോ. അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അങ്ങനെയുള്ള 1-2 കാര്യങ്ങളാണ് ഇന്നിവിടെ സൂചിപ്പിക്കാനുള്ളത്. ബഹുമാന്യ സഹോദരങ്ങളെ, നമ്മളൊക്കെ നോമ്പുകാരാണ്. ഈ നോമ്പ് ഇതിന് മാറ്റിയെടുക്കാനുള്ള വികൃതമായ ചിന്തകളിൽ നിന്ന്, മനുഷ്യൻ ഉൾക്കൊള്ളാൻ കഴിയാത്ത വികാര പ്രകടനങ്ങളിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള പ്രകാശത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കിനുള്ള വിളിയാളമാണ് ഈ റമളാനിലൂടെ സൃഷ്ടാവ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ചില ഗുണങ്ങൾ നമ്മിലുണ്ടാകണം. ആ ഗുണങ്ങളാണ് സൽസ്വഭാവം എന്ന പേരിൽ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നാം ഉണ്ടാക്കേണ്ടത്. ഏറ്റവും പ്രധാനമായി വേണ്ടത് നമ്മുടെ ഹൃദയത്തിലുള്ള ഭക്തിയാണ്, ഹൃദയത്തിലുള്ള തഖ്വയാണ്. ഈ തഖ്വയാണ് ഒരു മനുഷ്യനെ ഞാൻ പറഞ്ഞ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ആനയിക്കാൻ അനിവാര്യമായിട്ടുള്ളത്. മനുഷ്യൻ തെറ്റുകളോടാണ് കൂടുതൽ സ്വാഭാവിക പ്രേരണ അവനിലുണ്ടാകുന്നത്. ഇന്നനം സലാം മാറത്തും ബിസ്സോ, തെറ്റ് ചെയ്യാനുള്ള ഹൃദയ താല്പര്യങ്ങളാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. എന്നാൽ ആ തെറ്റുകളിൽ നിന്ന് മുക്തമാകാൻ ഏറെ വേണ്ട ഒന്നാണ് തഖ്വ ഉണ്ടാവുക എന്നത്. എന്താണ് തഖ്വ? ഇംതിസാലു ആമരില്ല, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അങ്ങേയറ്റം വഴിപ്പെടുക എന്നതാണ്. വജിത്നാബു നവാഹി, അള്ളാഹുവിൻ്റെ വിലക്കുകൾ വർജിക്കലുമാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ വഴിപ്പെടുന്നതോട് കൂടെ അള്ളാഹുവിൻ്റെ വിലക്കുകൾ വർജിക്കുക എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞാൽ അത് തന്നെയാണ് തഖ്വ. അള്ളാഹുവിൻ്റെ കൽപ്പനകളൊക്കെ നോക്കൂ നിങ്ങൾ, ഒക്കെ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഒന്നൊന്നായി പരിശോധിച്ചാൽ നമ്മുടെ യുക്തിസഹജമായി നമുക്ക് ബോധ്യപ്പെടാൻ കഴിയും. എല്ലാം ഇവിടെ ഈ പ്രപഞ്ചത്തിൽ ഒരു നന്മയുടെ വാക്താവായി ജീവിക്കാൻ അനിവാര്യമായിട്ട് എന്തൊക്കെ വേണോ അതെല്ലാമാണ് കൽപ്പനകളായി ഇസ്ലാമിലൂടെ അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ഓരോന്നും എടുത്ത് പരിശോധിക്കാം. കർമ്മതലത്തിൽ 5 കാര്യങ്ങളാണ് ഇസ്ലാം നിഷ്കർഷിക്കപ്പെടുന്നത്. 1, അള്ളാഹുവിൻ്റെ ഏകാധിപത്യം അംഗീകരിക്കുക എന്നതാണ്, ഷഹാദത്താണ്. 2, നമസ്കാരം നിലനിർത്തലാണ്, ഇഖാമുസ് സ്വലാ. 3, സക്കാത്ത് കൊടുക്കലാണ്. 4, റമളാൻ ഷരീഫിലെ പരിശുദ്ധമായ വ്രതാനുഷ്ഠാനവും 5 ഹജ്ജ് കർമ്മവുമാണ്. ഇങ്ങനെ 5 കാര്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടാണ് പരിശുദ്ധമായ ഇസ്ലാം കർമ്മമണ്ഡലത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിലേക്ക് രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഈ 5 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വിലയിരുത്തിയാൽ ആദ്യം പറഞ്ഞ സത്യവാക്യം അംഗീകരിക്കുക എന്നത് ഒരു മനുഷ്യന് ഉണ്ടാകേണ്ട, അഥവാ അവൻ്റെ സൃഷ്ടാവും അവനും തമ്മിലുള്ള ഒരു അക്കത, ഒരു ഉടമ്പടി, അവൻ്റെ മനസ്സിലുള്ള ഒരു അംഗീകാരം, അവൻ്റെ മനസ്സിലുള്ള ഒരു പ്രഖ്യാപനം,
ആ പ്രഖ്യാപനത്തിലൂടെ സൃഷ്ടാവായ അള്ളാഹുവിനെ അവൻ ഉറപ്പിക്കുന്നു, അംഗീകരിക്കുന്നു. അതോടൊപ്പം ഈ പ്രപഞ്ചം സൃഷ്ടിക്കാൻ കാരണഭൂതരായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ പ്രവാചകനായി, തിരുദൂതരായി അവൻ മനസ്സവാചകർമ്മണ അംഗീകരിക്കുകയും ചെയ്യുന്നു. ഈ ഒരു സത്യവാക്യത്തിലൂടെ യഥാർത്ഥത്തിൽ ഞാൻ കേവലം മൃഗതുല്യമായി ജീവിക്കേണ്ടവനല്ല, മറിച്ച് ഞാനൊരു സൃഷ്ടാവിൻ്റെ സൃഷ്ടിയാണ്, ഞാനൊരു പ്രവാചകൻ്റെ അനുയായിപ്പെട്ടതാണ്. അതുകൊണ്ട് അലക്ഷ്യമായ അബദ്ധസഞ്ചാരത്തേക്കാൾ അനിവാര്യമായിട്ടുള്ളത് ഞാൻ ചെയ്യേണ്ടത് ലക്ഷ്യസാക്ഷാത്കാരത്തിലേക്കുള്ള കൃത്യതയോടുകൂടെ അതിൻ്റെ നിയമസംഹിതകൾ അക്ഷരാർത്ഥത്തിൽ അംഗീകരിച്ചു കൊണ്ടുള്ളൊരു ജീവിതമാണ് എന്ന ഒരു ചിന്ത ഈ ഒരു വാക്യം കൊണ്ട് അവൻക്കുണ്ടാകുന്നു. അത് തെറ്റുകളിൽ നിന്ന് പൂർണ്ണാർത്ഥത്തിൽ വിട്ടുനിൽക്കാനുള്ളൊരു പ്രേരണ അവനെ സംബന്ധിച്ചിടത്തോളം ലഭ്യമാകുന്നു. ഇനി തൊട്ടടുത്ത് പറഞ്ഞതോ 5 വക്തിലെ നമസ്കാരം നിലനിർത്തുക എന്നതാണ്. ഇന്ന സ്വലാ തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വൽ ബഗി. നമസ്കാരം അതുണ്ടാക്കുന്നത് മനുഷ്യനെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് സമ്പൂർണ്ണമായി തടയുന്നു എന്നതാണ്. അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, എല്ലാ വടക്കത്തരങ്ങളെ തൊട്ടും എല്ലാ മുൻകറാത്തുകളെ തൊട്ടും എല്ലാത്തിനെ തൊട്ടും മനുഷ്യനെ നമസ്കാരം തടയുന്നു. ഓരോ സമയങ്ങളിൽ ഹയ്യാല സ്വലാ, ഹയ്യാലൽ ഫലാഹ് എന്ന വിളിയാളം ഉണ്ടാകുമ്പോൾ തെറ്റിലേക്ക് പ്രേരകമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു വേള അവൻ്റെ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ അള്ളാഹുവിനുള്ളൊരു വിളിയാളം വലിയ പ്രകമ്പനം കൊള്ളുകയും അവൻ പോലും അറിയാതെ അതിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള വലിയ ഒരു ഉൾപ്രേരണ ആ നമസ്കാരം കൊണ്ട് അവൻ ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്യുന്നു. അത് നമസ്കാരം മനുഷ്യനെ മാറ്റിയെടുക്കുന്നു. ഇനി തൊട്ടടുത്ത് പറഞ്ഞതോ പരിശുദ്ധ ഇസ്ലാം അതിൻ്റെ നിയമങ്ങളായി നമ്മോട് പറഞ്ഞ കാര്യങ്ങളിൽ പിന്നീട് പറഞ്ഞൊരു കാര്യമാണ് സക്കാത്ത് കൊടുക്കുക എന്നത്. സക്കാത്ത് കൊടുക്കുക എന്നത് മനുഷ്യൻ്റെ ഹൃദയത്തെ സംശുദ്ധീകരിക്കുകയാണ്. ഒരുപാട് സാമ്പത്തിക പുരോഗതിയുടെ ഉന്നതിയുടെ ഉത്തുംഗതയിൽ വിരാജിക്കുമ്പോഴും ഇതെല്ലാം തൻ്റേതെല്ലാം തന്നെപ്പോലെ അവകാശികൾ, പാവങ്ങൾ, പട്ടിണി കിടക്കുന്ന ആളുകൾ, ഫക്കീർ, മിസ്കിനൊക്കെയായി കഴിയുന്ന ആളുകൾക്ക് ഇതിൻ്റെ ഭാഗം അവകാശപ്പെട്ടതാണ്, ഇതിൻ്റെ അംശം അവകാശപ്പെട്ടതാണ്, ഇതിൻ്റെ ഒരു ഭാഗം അവർക്ക് കൂടിയുള്ളതാണ് എന്ന് പറയുന്നുവെന്ന് മാത്രമല്ല അത് നടപ്പിലാക്കാനുമുള്ള ആർജവം മനസ്സിൻ്റെ അകത്തളങ്ങളിൽ ഉണ്ടാവുക ഒരു മനുഷ്യത്വം രൂപപ്പെടുമ്പോഴാണ്. പിന്നീട് ഹജ്ജ് ചെയ്യുക എന്നതും അവൻ്റെ നന്മയിലേക്ക് പ്രേരിപ്പിക്കാനും കാലങ്ങൾക്ക് മുമ്പ് പരിപാവനമായ ഇസ്ലാമിക ചരിത്രത്തിൻ്റെ ഇന്നലകളിലേക്ക് കടന്നു ചെന്ന് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഒരു നല്ല മനുഷ്യനായി ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി വരാനുമാണ് ഈ ഓരോ കർമ്മങ്ങളും മനുഷ്യനെ പ്രേരകമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം പരിശുദ്ധമായ ഇസ്ലാം പറയുന്നത് എന്താണ്? മറ്റു നന്മകളെ കൂടി സന്ദേശവാഹകനാകണം. അവൻ കടമകളുള്ളവനാണ്, കടപ്പാടുകളുള്ളവനാണ്, സത്യസന്ധനായി ജീവിക്കേണ്ടവനാണ്, ധാർമ്മിക ബോധമുണ്ടാകേണ്ടവനാണ്. ഇങ്ങനെ ഈ ഗുണങ്ങളിൽ എല്ലാം ഉണ്ടാകുമ്പോഴാണ് ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു സമ്പൂർണ്ണ ഇസ്ലാം അവനിൽ നമുക്ക് പറയാൻ കഴിയും. അങ്ങനെ ആ ഇസ്ലാം അവനിൽ ഉണ്ടാകുമ്പോൾ അവൻ പോലും അറിയാതെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള അവൻ്റെ ഒരു തിരിച്ചുപോക്കാണ് അവിടെ സാധ്യമാകുന്നത്. ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, അന്ധകാരത്തിൽ നിന്ന് പ്രഭയിലേക്ക്. പക്ഷെ ഇന്ന് വേദനാജനകമെന്ന് പറയട്ടെ, എത്ര ആളുകൾക്കാണ് ഈ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്? ദൈനംദിന വാർത്താ മാധ്യമങ്ങളിലോ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൂടെ ഒക്കെ തന്നെ കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നത് യാതൊരു തിരിച്ചറിവും ഉണ്ടാക്കാതെ എല്ലാ തിന്മകളുടെയും പിറകിലൂടെ സഞ്ചരിക്കുന്ന അധമന്മാരായി
ആധുനിക മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുന്നു. സുഖസൗകര്യങ്ങളുടെ പിറകിലൂടെ മാത്രം അവൻ സഞ്ചരിക്കുന്നു. അതുകൊണ്ട് വിശുദ്ധമായ റമദാൻ ഒരു വലിയ ബോധനം യഥാർത്ഥത്തിൽ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അത് മനുഷ്യനായി വീണ്ടും രൂപപ്പെടുക എന്നതാണ്. നമുക്കറിയാലോ, നമ്മളേറെ ആദരണീയരാണ് മനുഷ്യർ. വലഖദ് കറംനാ ബനി ആദം. ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു, ബഹുമാനിച്ചിരിക്കുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചത് നമുക്ക് കാണാൻ കഴിയും. സട്ടാവായ അള്ളാഹുവിൻ്റെ ആദരവെന്ന് പറയുമ്പോൾ അതത്ര ലാഘവത്തോടെ വീക്ഷിക്കേണ്ട ഒന്നല്ല. അണ്ടഘടാകങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവാധിപനായ സർവജ്ഞാനിയായ സർവേശ്വരനായ തമ്പുരാൻ, ആ തമ്പുരാൻ ആദരിച്ച ആദരണീയരായ ഒരു വിഭാഗമാണ് മനുഷ്യർ എന്ന് പറയുമ്പോൾ ആ ആദരവിന് കേവലം ഒരു യാദൃശ്ചികതയുടെ രീതിയിൽ വന്ന ഒന്നല്ല, മറിച്ച് ആദരവിന് അർത്ഥമുണ്ട്, ആദരവിന് കാരണമുണ്ട്. എന്താണ് ആദരവിന് കാരണം? ലോകത്ത് ഒരു ശക്തിയും ഏറ്റെടുക്കാൻ കഴിയാതെ അള്ളാഹുവിൽ നിന്നുള്ള ഉടമ്പടി അത് ഏറ്റെടുത്ത ആളുകൾ ഈ മനുഷ്യരാണ്. അള്ളാഹുവിൻ്റെ തൗഹീദ് അംഗീകരിച്ചവർ, അള്ളാഹുവിൻ്റെ ഇസ്സത്ത് ഉറക്കെ വിളിച്ചു പറഞ്ഞവർ, അവർ മനുഷ്യരാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത്, ഈ ഒരു ബഹുമാനം നിലനിർത്തണമെങ്കിൽ ബഹുമാനിക്കപ്പെടാൻ അർഹതയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഗൈബത്ത് ഒരിക്കലും മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഗൈബത്ത് എന്നൊക്കെ പറയുമ്പോൾ അതില്ലാത്തൊരു നിമിഷങ്ങളുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മുടെ കഴിഞ്ഞ തലമുറയിലുള്ള ആളുകളൊക്കെ ഗൈബത്ത് വല്ലാതെ ഭയപ്പെട്ടവരായിരുന്നു. കുറേയൊക്കെ പറയുമെങ്കിലും ആ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് അവർ വളരെ ഭയത്തോടു കൂടെ, പടച്ചോനെ ഞാനിങ്ങനെ പറഞ്ഞല്ലോ, ഞാനിങ്ങനെ സംഭവിച്ചല്ലോ എന്ന കുറ്റബോധം അവർ അലട്ടിയിരുന്നു. ഇന്ന് അങ്ങനെ ഗീബത്ത് എന്ന ഒരു ചിന്ത പോലുമില്ലാതെ നേരം പുലർന്നാൽ വൈകുന്നേര സമയം വരെ മറ്റൊരുത്തൻ്റെ പച്ചമാംസം കൊത്തിവലിക്കുന്ന അത്യന്തം ദാരുണമായ ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിലേക്ക് സമാഗതമായിരിക്കുകയാണ്. പരിശുദ്ധ റമദാൻ അതിന് രാപ്പകലുകൾ നമ്മുടെ മനസ്സിന് മാറ്റങ്ങൾ ഉണ്ടാക്കണം, വെളിച്ചം നൽകണം. ആ ഒരു വലിയ വെളിച്ചം അത് തെളിച്ചമായി വരും കാലങ്ങളിൽ ഇസ്ലാമിക നിയമങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊള്ളാനും അതിനെ അംഗീകരിക്കാനും കരുടക്കടലായ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം ഇന്ന് വിട ചോദിക്കുന്നു. വാഹിർ ദഅവത്തി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.